വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് പ്രേസ് ആൻഡ് വർഷിപ്പ്? ആരാധന എന്താണ്, സ്തുതി എന്താണ് എന്നുള്ള ടോപ്പിക്കാണ് ബ്രദർ ഡാമിൻ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ആ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുക. അതിനു മുമ്പ് നമ്മൾ ചില സ്പോൺസേഴ്സ് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു എലൈറ്റ് സ്പോൺസറാണ് ഉള്ളത്, ജോ ആൻഡ് സംഗീത ഫ്രം കുട്ടിക്കൽ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഈ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവിക ആരോഗ്യവും സംരക്ഷണവും വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ഓരോ വ്യക്തികളുടെ മേലുണ്ടാകട്ടെ. കർത്താവെ, മക്കളുടെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഡൊമിനിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഡൊമിനിക്കിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ വാതിലുകൾ മകന് വേണ്ടി തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളും ആത്മീകമായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില പുതിയ കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഫോർ സ്പോൺസറിങ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, തീർച്ചയായും കോൺടാക്ട് ചെയ്താലും. നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് ഈ വർഷം ജനുവരി 24 to 26 നടക്കുന്നു. ബിഷപ്പ് സാമുവൽ പട്ട, അപ്പോൾ തന്നെ പാസ്റ്റർ ഡാമിൻ, പാസ്റ്റർ ഷമ, പാസ്റ്റർ സ്റ്റാൻലി, എമി എല്ലാവരും ശുശ്രൂഷിക്കുന്നതായിരിക്കും. സോ ഇതിലേക്ക് സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിനങ്ങളാണ് ജനുവരി 24 to 26. സോ അതിനുവേണ്ടി കാത്ത് നിൽക്കുക, റെഡിയാകുക, അതിനുവേണ്ടിയുള്ള ട്രാവൽ പ്ലാൻസ് ഉണ്ടാക്കുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. നമുക്ക് ഈ ആഴ്ചയിലെ അവസാന എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നല്ലോ. നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹൗ ടു വർഷിപ്പ് ഗോഡ്, ദൈവത്തെ എങ്ങനെ ആരാധിക്കേണ്ടത്, അതിൻ്റെ പല പല ആംഗിളുകളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ മോർണിംഗ് ഗ്ലോറിയിൽ നൽകിയിട്ടുള്ള ഓരോ സീരീസ് ഓരോ പുസ്തകമാണ് ആക്ച്വലി. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാൻ പറ്റിയില്ല. അതിനെ പറ്റി ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ദ 3 കോമ്പോണൻറ്റ്സ് ഓഫ് ഓണറിങ് ഗോഡ്. ദൈവത്തെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ 3 കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്ന 3 ഘടകങ്ങൾ. നമ്പർ 1 ഈസ് താങ്ക്സ് ഗിവിങ്, നമ്പർ 2 ഈസ് പ്രൈസ്, നമ്പർ 3 ഈസ് വർഷിപ്പ്. ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്ത് ഇംഗ്ലീഷ് ചാനൽ ഉദ്ദേശിക്കുന്നത് ഡാമിൻ ആൻ്റണി ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് വീഡിയോ, ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർ ആ ഷോർട്ട് വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതാണ്, വാച്ച് ചെയ്യുക. ആൻഡ് ഒത്തിരി പേർക്ക് അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഡാമിൻ ആൻ്റണി ഒഫീഷ്യൽ ചാനൽ എടുക്കുക, അതിൽ ഷോർട്ട് വീഡിയോസ് കാണും. അതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചധികം നാളായി ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മോർണിംഗ് ഗ്ലോറിയിൽ ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോവാം. 3 കമ്പോണൻസ് ആണുള്ളത് ദൈവത്തെ ആരാധിക്കാൻ: താങ്ക്സ് ഗിവിങ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. അതിൽ താങ്ക്സ് ഗിവിങ് എന്താണ് എന്ന് ഇന്നലെ പറഞ്ഞു. നിങ്ങളുടെ നോട്ട്സ് കാണും. ഒരുപക്ഷെ ചിലർ മിസ് ചെയ്ത് കാണുന്നതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് ജസ്റ്റ് പറയുകയാണ്. വി offer thanksgiving to God for what God gives us. ദൈവത്തിൽ നാം പലതും സ്വീകരിക്കുന്നു, അതിനാണ് നമ്മൾ താങ്ക് യു പറയേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, പ്രത്യേകിച്ച് സാക്ഷ്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമുകളിലൂടെയും ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസിലൂടെയും ഞായറാഴ്ച ആരാധനകളിലൂടെയും മോർണിംഗിലൂടെയും നമ്മൾ നടത്തുന്ന മീറ്റിങ്ങുകളിലൂടെ ആയിരങ്ങൾ, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പേർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിയേറ്റീവ് മിറക്കിൾസ് നടന്നിട്ടുണ്ട്. രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. മരണത്തിൽ നിന്ന് ഒത്തിരി പേർ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്.
എന്തിനു പറയുന്നു? എത്രയോ ആയിരങ്ങളെ കർത്താവ് സാൽവേഷൻ എക്സ്പീരിയൻസിലേക്ക് നടത്തി. എന്നാൽ അതിലെ ഒരു പക്ഷേ ഒരു 10% ആളുകളാണ് നോർമലി നന്ദി പറയാറുള്ളത്. ദൈവത്തോടാകട്ടെ നമ്മളോടാകട്ടെ. ആരെ ദൈവം ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയെ ദൈവം ഉപയോഗിച്ചു, ഏത് സഭയെ ദൈവം ഉപയോഗിച്ചു, അവരോട് പരസ്യമായി നന്ദി പറയുന്നത് വളരെ കുറവാണ്. എങ്ങനെയാണ് ഞാൻ ആ കൺക്ലൂഷനിൽ എത്തിയെന്ന് ചോദിച്ചാൽ, സാധാരണ ഞാൻ പറയാറുണ്ട്, 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കി. ബാച്ചായിട്ട് വന്നു, ടീമായിട്ട് വന്നു. കൈയൊക്കെ മുരടിച്ച്, ചില കൈയൊക്കെ അറ്റുപോയി പഴുത്ത് പസ്സൊക്കെ ഒഴുകുന്ന, മൂക്കൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ അടർന്നു പോയി വിരൂപികളായ 10 പേർ. യേശു 10 പേരെ സൗഖ്യമാക്കി. പോകുന്ന വഴിയിൽ അവരുടെ സൗഖ്യം അവർ തിരിച്ചറിഞ്ഞു. സാധാരണ രീതിയിൽ അങ്ങനെ സൗഖ്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ പുരോഹിതൻ്റെ അടുത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കണം. എങ്കിലും സമൂഹത്തിൽ ഹീൽഡായ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ സമൂഹത്തിൽ പരസ്യമായി ഇറങ്ങിത്തിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ. ഏതായാലും 10 പേര് സൗഖ്യമായെങ്കിലും ഒരാൾ, അതും എന്തോ പ്രചോദിക്കാനെന്തോയായിരുന്നു, ഒരാളാണ് തിരിച്ചു വന്നിട്ട് യേശുവിനോട് താങ്ക് യു ജീസസ് പറഞ്ഞത്. അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പൊതുവെ ദിസ് ഇസ് ജനറൽ, അത് അക്യുറേറ്റ് അല്ല, ദിസ് ഇസ് ജനറലി ഒരു മീറ്റിങ്ങിൽ ഒരു പക്ഷേ 60 പേര് സൗഖ്യമായാൽ അതിൻ്റെ ഒരു 10% പേരാണ് സാക്ഷ്യം പറയാൻ ഫ്രണ്ടിലേക്ക് വരും. മറ്റുള്ളവർ സ്റ്റേജിൽ കയറാതെ, സാക്ഷ്യം പറയാതെ കിട്ടിയതിന് രഹസ്യമായ ഒരു പക്ഷേ ഇത്രയ്ക്ക് നന്ദി പറഞ്ഞ് തിരിച്ചു പോകും, പരസ്യമായി തിരിച്ചു വരില്ല. പക്ഷെ കർത്താവ് അത് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് വെച്ചത് ബാക്കി 9 പേർ എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ ഒരുപക്ഷേ ബ്ലെസ്സിങ് ടുഡേയിലൂടെയൊക്കെ പല വിടുതലുകളോ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചിട്ട് സാക്ഷ്യം പറയാതെ പോയിട്ടുണ്ടോ? ദൈവത്തിന് നന്ദി പറയാതെ പോയിട്ടുണ്ടോ? നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരാളുടെ, അഥവാ 10% കൂടെയാണ് നിങ്ങൾ നന്ദിയുള്ളവരാണ്. യു ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്നാൽ ഇതുവരെ അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല, പറയാൻ നാണമാണ്. മാത്രമല്ല, അങ്ങനെയൊക്കെ സ്റ്റേജിൽ വന്ന് മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സഭക്കാർ, സമുദായക്കാർ, നാട്ടുകാർ, അമ്മച്ചന്മാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം എന്തായാലും നിങ്ങൾ ആ 90% നന്ദി പ്രകാശിപ്പിക്കാത്ത 9 കുഷ്ഠരോഗികളെ സൗഖ്യമായ ആ കൂട്ടത്തിൽ പെട്ടുപോയി, അറിയാതെ പെട്ടുപോയി. ചില സമയത്ത് ചില ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസിലൊക്കെ പണ്ട് ചില ആളുകൾ 3, 4, 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് സാക്ഷ്യം പറയും, അന്ന് കിട്ടിയ സൗഖ്യം. അപ്പോൾ ഞാൻ പറയും, ലേറ്റ് ഫീ ഉണ്ട്, അല്ലെങ്കിൽ ലേറ്റ് പെനാൽറ്റി ഉണ്ടെന്ന് പറയും. വൈകി സാക്ഷ്യം പറഞ്ഞതിന് കൗണ്ടിൽ പിഴ അടച്ചിട്ട് പോകാൻ പറയും. ചുമ്മാ പറയുന്നതാണ്, തമാശ പറയുന്നതാണ്. പക്ഷേ ചിന്തിക്കണം, നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നവരാണ്. താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നത് വാട്ട് ഗോഡ് ഗിവ്സ് us, വാട്ട് ഗോഡ് ഡസ് ഫോർ us. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ നന്ദി പറയുന്നത്. നമ്മുടെ ഓണറിങ് ഗോഡ് ആരംഭിക്കേണ്ടത് അവിടെയാണ്. എന്നാൽ പ്രൈസ്, സ്തുതികൾ അതല്ല, അതിനുള്ളതല്ല. സ്തുതികൾ എന്തിനുള്ളതാണ്? വി പ്രൈസ് ഗോഡ് ഫോർ വാട്ട് ഹി ഈസ്. അവൻ എന്താണോ അത്. ദൈവം വലിയവനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുക. അവൻ സ്തുതിക്ക് യോഗ്യൻ. അവിടെ വരുന്നത് ഗ്രേറ്റ്നെസ് ആണ്. താങ്ക്സ് ഗിവിങ് എന്താണ്? ഗുഡ്നെസ്. ദൈവം നല്ലവനായതുകൊണ്ടാണ് നമ്മുടെ മേൽ നമ്മളൊക്കെ ഒത്തിരി കുരുത്തക്കേടുകൾ ചെയ്തിട്ടും തെറ്റ് ചെയ്തിട്ടുമല്ല, അവനൊത്തിരി നന്മ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രം നേരോടെ നടക്കുന്നവരാണെങ്കിൽ ഒരു നന്മ മുടങ്ങാൻ പറ്റില്ല എന്ന് സങ്കീർത്തനത്തിലുണ്ട്. എന്നാൽ വർഷിപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. വർഷിപ്പ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മൾ ആദ്യം തുടങ്ങി വർഷിപ്പിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. സത്യത്തിൽ ആരാധിക്കണം, ആത്മാവിൽ ആരാധിക്കണം, കൂടാതെ ഹാർട്ടിൽ നിന്ന് വേണം, ഹോളിനെസ് വേണം, ഇതൊക്കെ പറഞ്ഞു. ഇവിടെ വി വർഷിപ്പ് ഗോഡ് ഫോർ ഹൂ ഹി ഈസ്. അവൻ ആരാണ്, അവൻ്റെ വ്യക്തിത്വം എന്താണ്, അത് നോക്കിയിട്ടാണ് നാം ദൈവത്തെ, ബിക്കോസ് ഓഫ് ഹിസ് പേഴ്സൺ, അതുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. മെയിൻലി the main focal point of God's character and nature there is holiness. വിശുദ്ധനാകയാൽ നാം അവനെ ആരാധിക്കുന്നു. അത് മാത്രമാണ്.
ദ വെരി എസൻസ് ഓഫ് ഗോഡ് ഈസ് ഹോളിനെസ്. അതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. താങ്ക്സ് ഗിവിങ് ഈസ് കണക്റ്റഡ് ടു ഗോഡ്സ് ഗുഡ്നെസ്. പ്രൈസ് ഈസ് കണക്റ്റഡ് ടു ഗോഡ്സ് ഗ്രേറ്റ്നെസ്. ദെൻ വർഷിപ്പ് ഈസ് കണക്റ്റഡ് ടു ഗോഡ്സ് ഹോളിനെസ്. ഇത് നമ്മൾ മറക്കരുത്. നമ്മൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ്. സ്റ്റാർട്ട് വിത്ത് താങ്ക്സ് ഗിവിങ്. അത് തന്നെ എണ്ണി ദൈവത്തിന് എന്ത് ചെയ്യാം? നന്ദി പറയാം, അല്ലേ? എണ്ണി അത് ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കാനിരിക്കുക. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അന്നത്തെ ദിവസം കർത്താവ് ഒത്തിരി അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചു. നന്ദി യേശുവേ, നന്ദി. ബിസിനസ് എക്സിക്യൂട്ടീവ്സ് നല്ലൊരു ഡീല് കിട്ടി. ഓ, താങ്ക് യു ജീസസ് ഫോർ ദാറ്റ് ഗ്രേറ്റ് ബിസിനസ് ഡീൽ. ഓ, നന്ദി പറയാം. പിന്നെ നല്ല ഭക്ഷണം കിട്ടി, വെള്ളം കുടിച്ചു, രോഗങ്ങളൊന്നും ഉണ്ടായില്ല. നന്ദി പറയണ്ടേ? രോഗമുള്ളപ്പോൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു. പക്ഷെ രോഗമില്ലാത്ത സമയത്ത് രോഗമില്ലാതിരിക്കുന്നതിന് നന്ദി പറയാനും കൂടി പഠിക്കണ്ടേ? ഇങ്ങനെ ദൈവം ചെയ്ത എല്ലാ നന്മകളും ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാനുള്ളൊരു സമയമാണ് താങ്ക്സ് ഗിവിങ് ടൈം. താങ്ക്സ് ഗിവിങ് ആണ് 100-ാം സങ്കീർത്തനം 4 ഇന്നലെ നമ്മൾ പറഞ്ഞു. വാതിലുകളിലേക്ക്, എൻട്രൻസുകളിലേക്ക് വരുമ്പോൾ, അല്ലേ, we enter his gates with thanksgiving and his courts with praise. എന്നാൽ ആ എൻട്രൻസിലേക്ക് വന്നു, അതിൻ്റെ കോർട്സിലേക്ക് ആ സ്തുതികളോടുകൂടെ നമ്മൾ പ്രവേശിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. 50-ാം സങ്കീർത്തനം 14 ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഓഫർ ടു ഗോഡ് താങ്ക്സ് ഗിവിങ് ആൻഡ് പേ യുവർ വൗസ് ടു ദ മോസ്റ്റ് ഹൈ. അത് നമ്മൾ കണ്ടു. 95-ാം സങ്കീർത്തനം 1 മുതലുള്ള ചില ഭാഗങ്ങൾ നമ്മൾ ഇന്ന് വായിക്കാൻ പോവുക. Psalm 95 verse number 1 തുടങ്ങി നമുക്കൊന്ന് നോക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ല, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക, അവൻ നമ്മുടെ ദൈവമാകുന്നു. And ഇംഗ്ലീഷിൽ പറയുന്നത്, കം ലെറ്റ്സ് സിംഗ് ഫോർ ജോയ് ടു ദ ലോർഡ്, ലെറ്റ്സ് ഷൗട്ട് അലൗഡ് ടു ദ റോക്ക് ഓഫ് അവർ സാൽവേഷൻ, ലെറ്റ്സ് കം ബിഫോർ ഹിം വിത്ത് താങ്ക്സ് ഗിവിങ്. അവൻ്റെ മുമ്പിൽ നന്ദിയോടെ, സ്വത്രത്തോടെ എന്ന് പറഞ്ഞിരിക്കുന്നു, പക്ഷേ നന്ദിയോടെ വരിക. ആൻഡ് എക്സ്റ്റോൾ ഹിം വിത്ത് മ്യൂസിക് ആൻഡ് സോങ്. For the Lord is the great God, the great King above all gods. In his hand are the depths of the earth, and the mountain peaks belong to him. The sea is his, for he made it, and his hands formed the dry land. Come, let's bow down in worship. Let's bow down in worship. ഈ വർഷിപ്പിൻ്റെ സമയത്ത് പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്ക് താങ്ക്സ് ഗിവിങ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പോസ്റ്റർ ഞാൻ പറയാം. കൈ ഇങ്ങനെ മലർത്തി പിടിച്ചുകൊണ്ട് നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. എന്നാൽ അതാണ് നന്ദി അർപ്പണമെങ്കിൽ. സ്തുതിയിലേക്ക് വരുമ്പോൾ കൈകളെല്ലാം ഉയർത്തി ഉറക്കെ ആർപ്പിട്ട് എന്ത് ചെയ്യാം? ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാം. ബട്ട് വർഷിപ്പ് എന്ന് പറയുമ്പോൾ നേരെ തലകൾ വണങ്ങുന്നു, മുട്ടുകൾ മടങ്ങുന്നു, ചിലപ്പോൾ സാഷ്ടാംഗം ദൈവസന്നിധിയിൽ വീഴുന്നു. കഴിഞ്ഞ ദിവസം സ്വർഗീയ ആരാധനയെക്കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് 24 മൂപ്പന്മാർ പെട്ടെന്നാണ് അവരുടെ കിരീടങ്ങൾ തലയിൽ നിന്ന് എടുത്തിട്ട് നേരെ ആ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ പാദപീഠത്തിലേക്ക് ഇട്ടിട്ട് അവർ സാഷ്ടാംഗം വീണ് കിടന്ന് ദൈവത്തെ അവരാരാധിക്കാൻ തുടങ്ങി. അപ്പോൾ വർഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ നേരെ കാൽമുട്ടുകളെല്ലാം മടക്കി, തലകൾ വണക്കി, അങ്ങ് കുനിഞ്ഞ്
വീണ് ദൈവത്തെ ആരാധിക്കുക. കാരണം ആ സമയം കൊണ്ട് നമ്മൾ എങ്ങനെ അതിനെ പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടും, നമ്മുടെ ശരിയായ ആ കോർ റലമിലേക്ക് നമ്മൾ കയറി. ഒരു പക്ഷേ നന്ദി അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നിന്ന്, ഫിസിക്കൽ റലമിൽ നിന്നായിരിക്കും നമ്മൾ ആരംഭിക്കുന്നത് താങ്ക്സ് ഗിവിങ്. എന്നാൽ പ്രൈസിലേക്ക് ചെല്ലുമ്പോൾ മൈൻഡ് കൊണ്ട്, അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നമ്മുടെ സോൾ റലമിലേക്ക് കയറി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ വർഷിപ്പിലേക്ക് കടക്കുമ്പോൾ സ്പിരിറ്റ് ലെവലിലെത്തി, ആത്മമണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അപ്പോൾ ശരീരമണ്ഡലത്തിൽ നിന്നും മാനസിക മണ്ഡലത്തിലേക്ക്, നന്ദി എന്നാൽ മാനസിക മണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്തുതിയായത് മാറി. എന്നാൽ ആത്മാവിൻ്റെ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് വർഷിപ്പ് ആൻഡ് there we bow down. അവിടെ പറയുന്നത് come, let's bow down in worship. Let's kneel before the Lord our Maker. നമ്മെ നിർമ്മിച്ചവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. എനിക്ക് സംഭവിക്കാറുള്ള കാര്യം ഞാൻ പറയാം. അതുപോലൊരു അറ്റ്മോസ്ഫിയർ വരുമ്പോൾ പെട്ടെന്ന് ഞാൻ അറിയാതെ കാൽമുട്ടങ്ങ. ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കുന്നതിനിടയിലായാലും ശുശ്രൂഷിക്കുന്നതിനിടയിൽ ആരാധിക്കുന്നതിൽ പെട്ടെന്ന് അങ്ങ് മുട്ട് മടക്കിപ്പോവും. അതൊരു ശീലമല്ല. അന്തരീക്ഷത്തിൽ എങ്ങനെയോ അറിയാതെയോ ഇൻവോളണ്ടറി ആയ എൻ്റെ മുട്ട് മടങ്ങിപ്പോവും. For he is our God and we are the people of his pasture, the flock under his care. Today, if only you would hear his voice. എത്ര ഭയങ്കരമാണ് നോക്കുക, എത്ര ഭയങ്കരമാണ് ആ വേർഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഗ്രേഡ്സ്, ആ ലെവൽസ് കൃത്യമായി അവിടെ വരുന്നുണ്ട്. ഈ പ്രൈസും വിക്ടറിയുമായി വളരെ കണക്റ്റഡാണ്. പ്രൈസ് രണ്ടാമത്തേത്, സ്തുതിക്കുക, ആർപ്പിടുക. അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിച്ചപ്പോൾ പെട്ടെന്നൊരു വിക്ടറി അവിടെ ഉണ്ടായി. ജയിൽ പൊളിഞ്ഞു, ആളുകൾ ഫ്രീ ആയി, അവർ ഫ്രീ ആയി, ഭയങ്കര ഒരു വിക്ടറി നടക്കും. ഇപ്പോഴും നമ്മൾ ഓർക്കണം, ഈ യഹോഷഫാത്ത്, ഫസ്റ്റ് ക്രോണിക്കിൾസ് 20, 1 ദിനവൃത്താന്തം 20 യഹോഷഫാത്ത് എന്ന് പറഞ്ഞ രാജാവ് പ്രത്യേക രീതിയിൽ ആരാധനയ്ക്കല്ല, യുദ്ധത്തിന് പോയത് എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും യുദ്ധത്തിന് വാള്, കുന്തം, പരിച, കാലാൽപ്പട, കുതിരപ്പട, പീരങ്കി, മിസൈല്, ഡ്രോൺ, ന്യൂക്ലിയർ ബോംബൊക്കെ ഇട്ട് പോകുമ്പോൾ ഇദ്ദേഹം പോയത് സ്തുതികളോടും പാട്ടോടും കൂടെ പോയി. സംഗീത ഉപകരണങ്ങളൊക്കെ ഇട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് അവർ. യഹോവയെ സ്തുതിപ്പിന് അവൻ്റെ എന്നേക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ച് സ്തുതിച്ചാണ് അവർ പോയത്. ആ പ്രൈസിൽ അവരൊരു വിക്ടറി ഉണ്ട്. കാരണം ദൈവം തന്നെ ബാക്കി പരിപാടി ചെയ്തു. ഹല്ലേലൂയ. എനിക്ക് എന്തൊക്കെയോ അകത്ത് വരുന്നുണ്ട്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞാൻ എല്ലാവരോടുമായി പറയുകയാണ്, ഇത് 3 പഠിക്കണം. നന്ദി പറയാൻ പഠിക്കണം, സ്തുതിക്കാൻ പഠിക്കണം, ആരാധിക്കാൻ പഠിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നന്ദി, സ്തുതി, ആരാധന. ടൈപ്പ് ചെയ്തിടും. 1 നന്ദി, 2 സ്തുതി, 3 ആരാധന. വളരെ വ്യക്തമായി മനസ്സിലാക്കുക. കമൻറ്റ് സെക്ഷനിൽ ദയവായി എല്ലാവരും ഈ സമയത്ത് പോയി ടൈപ്പ് ചെയ്തിടുക. താങ്ക്സ് ഗിവിങ്, പ്രൈസ്, വർഷിപ്പ്. താങ്ക്സ് ഗിവിങ് എന്തിനാണ്? ലഭിച്ചതെല്ലാം ഓർത്തിട്ട്. ഓക്കെ. പ്രൈസ് എന്തിനാണ്? പ്രൈസ് എന്ന് പറയുന്ന ദൈവം എന്താണോ അത് ഓർത്തിട്ട്. ദൈവം വലിയവനാണ്, സർവശക്തനാണ്, അവൻ എൽഷദായിയാണ്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഓർത്തിട്ട് നമുക്ക് അവനെ സ്തുതിക്കാം. ആർപ്പോടെ, കൈയടിച്ച്, ഭയങ്കരമായ ശബ്ദത്തിൽ ഒക്കെ നമുക്ക് അവനെ സ്തുതിക്കാം. ആർപ്പ്, കാഹളം തുടങ്ങി സകലവും അതിനോട് കണക്റ്റഡ്, പ്രൈസിനോട് കണക്റ്റഡാണ്. എന്നാൽ വർഷിപ്പിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് സ്പിരിറ്റിലാണ് പിന്നെ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ. ശരിയായ വർഷിപ്പിലേക്ക് പോകുമ്പോൾ ഒരാളുടെയും ശിരസിൽ കിരീടമുണ്ടായിരിക്കില്ല.
The true worship takes out or removes crowns from our heads. ശരിയായ ആരാധന നമ്മുടെ ശിരസിലെ കിരീടങ്ങളെ തെറിപ്പിക്കും. കിരീടങ്ങൾ തെറിച്ചു പോകും. നമ്മൾ പോലും അറിയാതെ കൈ അങ്ങോട്ട് പോവും. കർത്താവ്, എനിക്കൊരു കിരീടവും വേണ്ടതാണ്. അങ്ങനെ ആയിപ്പോവും. ശരിക്കുള്ളൊരു വർഷിപ്പാണെങ്കിൽ കാൽമുട്ടുകൾ തന്നെ മടങ്ങാൻ തുടങ്ങും. കുറച്ചുകൂടെ ഡീപ്പർ ലെവൽ വർഷിപ്പാണെങ്കിൽ ഇതാ കിടക്കും. ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണ് കിടക്കും. അതാണ് സ്വർഗത്തിൽ നടക്കുന്നത്, അതാണ് ഭൂമിയിൽ നടക്കേണ്ടത്. അങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ചില വചനങ്ങൾ കൂടെ ഞാൻ തരാം. ജോബ് 38 വേഴ്സ് നമ്പർ 7, 4-7 ആക്ച്വലി എഴുതി വെക്കാം. യോബിൻ്റെ പുസ്തകം 38 4 മുതൽ 7 വരെ വായിക്കുമ്പോൾ 7 വരുമ്പോൾ, while the morning stars sang together and all the angels shouted for joy. ആ സമയത്താണ് ഭൂമിയുടെ അടിസ്ഥാനമിട്ട ആ സമയം, അതായത് ഭൂമിയെ സൃഷ്ടിക്കുന്ന സമയത്തുണ്ടായ ചില സംഭവങ്ങളാണ്. ഏഞ്ചൽസ് എല്ലാം കൂടെ, ദൈവത്തിൻ്റെ പുത്രന്മാർ, മോർണിംഗ് സ്റ്റാർസ് എല്ലാം കൂടെ പാട്ട് പാടി ഉറക്കെ സന്തോഷിച്ച് തിമിർത്ത് സ്തുതിച്ചപ്പോഴാണ് ഭൂമിയുടെ അടിസ്ഥാനമിട്ടത്. അല്ലെങ്കിൽ ഏഞ്ചൽസ് were singing and praising while creation took place. സൃഷ്ടിപ്പ് നടന്നപ്പോൾ 1-ാം ദിവസം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇതൊക്കെ നടക്കുന്ന ആ സമയത്ത് ആ സൃഷ്ടിപ്പ്, ഒരുപക്ഷെ അതിനു മുമ്പ് ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചപ്പോഴാണ് നമുക്ക് പറഞ്ഞുകൂടെ, ആദിയിൽ, ഇൻ ദ ബിഗിനിങ്. ആ സമയത്ത് ദൈവത്തിൻ്റെ ഏഞ്ചൽസ് എല്ലാവരും കൂടെ ഉറക്കെ സ്തുതിച്ച് പാടിയപ്പോഴാണ് ഈ സൃഷ്ടിപ്പ് നടന്നത്. 22-ാം സങ്കീർത്തനം 3, Yet you are enthroned as the Holy One. You are the one Israel praises. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ എന്നൊരു പ്രയോഗമുണ്ട്. ദൈവം വസിക്കുന്ന ഇസ്രായേലിൻ്റെ സ്തുതികളിലാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളൊരു സിംഹാസനം പണിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ആശാരിപ്പണിക്കാരനെ വിളിച്ച്, ഫർണിച്ചറുകാരനെ വിളിച്ചിട്ടൊന്നും പണിയിക്കാൻ ശ്രമിക്കേണ്ട. വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്തുതി സ്തോത്രങ്ങൾ കൊണ്ട് ആ സിംഹാസനത്തിൻ്റെ കാലുകളും ഇരിപ്പിടവും ചാരും കൈയും എല്ലാം സൃഷ്ടിക്കാൻ കഴിയും. വാവ്, എത്ര വക താല്പര്യമുണ്ട് ദൈവത്തിൻ്റെ ഒരു സിംഹാസനം പണിയാൻ. ഇസ്രായേലിൻ്റെ സ്തുതികളിലാണ് അവൻ്റെ ഇരിപ്പിടം, അവൻ്റെ സിംഹാസനം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ ദൈവം ഉണ്ടാകണമെന്ന്, നിങ്ങളുടെ വീടൊരു ബഥേലാകണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? ബഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനം, ദ ഹൗസ് ഓഫ് ഗോഡ്. ആഗ്രഹമുണ്ടോ? ചെയ്യേണ്ട ഒരു പരിപാടി സ്തുതികൾ അർപ്പിക്കാൻ തുടങ്ങുക. അവിടെ വന്ന് ദൈവം അങ്ങ് താമസിച്ചോളൂ. ആ കസേരയിൽ ഒന്നിരുന്നോളൂ, ഐ മീൻ സിംഹാസനത്തിലിരുന്നോളൂ. പ്രൈസ് സീറ്റ്സ് ഗോഡ് എന്നാണ്. സ്തുതികൾ ദൈവത്തെ കൊണ്ടൊന്ന് ഇരുത്തിത്തരും. ദൈവം വന്ന് എഴുന്നള്ളി വന്നിരിക്കും. അങ്ങനെ ഇരുന്നാൽ ഉടനെ ഒരു കാര്യം ഓർക്കണം, വിക്ടറി കംസ്. ഉടൻ തന്നെ ജയം വന്നിരിക്കും. ദൈവം വന്ന് സിംഹാസനത്തിലിരുന്ന് ജയം ഉറപ്പാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം വന്ന് സിംഹാസനത്തിലിരുന്നാൽ ശത്രുക്കൾ അവൻ്റെ പാദപീഠമാണ്. ഇരുന്നാലല്ലേ കാലെടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. പ്രൈസിലൂടെ സിംഹാസനം പണിയുന്നു. സിംഹാസനത്തിൽ കർത്താവ് ഇരുന്ന് കഴിയുമ്പോൾ ശത്രുക്കൾ അവൻ്റെ പാദപീഠമായിട്ട് മാറും. That means victory is ours. We will become more than conquerors. Yeah. In other words, God's rule begins with praise. ദൈവത്തിൻ്റെ വാഴ്ച ആരംഭിക്കുന്നത് സ്തുതികളിലാണ്. സ്തുതിക്കുമ്പോൾ അവൻ വാഴുന്നു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ ആരംഭിച്ചത് എന്തിലാണ്? നന്ദിയിലാണ്. താങ്ക്സ് ഗിവിങ്ങും പ്രൈസും സ്തുതിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നേരെ അടുത്തത് വർഷിപ്പാണ്. വർഷിപ്പിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷിപ്പ് ടേക്സ് പ്ലേസ് നോട്ട് ഇൻ എ ബിൽഡിംഗ് ബട്ട് ഇൻ ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിലാണ് അത് ആരംഭിക്കേണ്ടത്, നടക്കേണ്ടത്. ഏകദേശം ഈ 3 കോമ്പോണൻസിനെ കുറിച്ചൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ആരും ചാനൽ മാറ്റരുത്. മറ്റ്
പ്രോഗ്രാമുകളിലേക്ക് പോകരുത്. കൈകൾ നീട്ടിപ്പിടിക്കുക. കർത്താവെ, ഈ താങ്ക്സ് ഗിവിങ്, പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ റെവലേഷൻ എല്ലാവരുടെ അകത്ത് കർത്താവെ നീ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് ഈ മഞ്ഞപ്പിത്തം ബ്ലഡിൽ നിന്നും പോകാതിരിക്കുന്ന ആരൊക്കെയോ കർത്താവ് സൗഖ്യമാക്കുന്ന അത് മുഖാന്തരം ചില സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ മെഡിക്കൽ പാസ്സാകാതിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിൻ, സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇൻ ജീസസ് നെയിം. സ്പീച്ച് ക്ലിയർ ആകാത്ത ചില കേസുകൾ, സംസാരം ക്ലിയർ ആകുന്നില്ല, യേശുവിൻ്റെ നാമത്തിൽ ക്ലിയർ ആവട്ടെ. കൈ രോഗമുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ. മറ്റു വിഷയങ്ങൾ, ഏത് വിഷയത്തിലും വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ലിങ്കുകൾ ദയവായി എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നോട്ട്സ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഗോഡ് ബ്ലെസ് യു. വിൽ സീ യു ഓൺ മൺഡേ. ബൈ.